തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ചേടാ, ഇത്ര നേരമായിട്ടും പാലെന്താ തിളക്കാത്തെ? പാല് തിളച്ചാലല്ലേ തേയിലപ്പൊടി ഇടാൻ പറ്റൂ. ഇതിപ്പോ എത്ര നേരമായി? ശ്രീലാമ എന്താ കിച്ചണില്? സുഷമ്മ എവിടെ? ഒന്നും പറയണ്ട എന്റെ വർഷേ. രാവിലെ ദേവൂട്ടിയുടെ ഗസ്റ്റുകൾക്കേ ചായ ഉണ്ടാക്കാൻ കൽപ്പിച്ചിരിക്കുക അവൻ. ഞാൻ അതുകൊണ്ട് സുഷമ്മയെ പതുക്കെ വാഷിങ്ങിന് പറഞ്ഞു വിട്ടു. ഇവിടെ ഉള്ളവർക്ക് ആദ്യം ചായ ഉണ്ടാക്കട്ടെ. അപ്പൊ ശ്രീലാമ്മ സ്വന്തം മരുമോൾക്ക് പണി കൊടുത്തു തുടങ്ങിയല്ലേ? ദേ വർഷേ, സ്വന്തം മരുമോളെ നിന്നോ അവളെ കുറിച്ച് എന്നോട് പറയല്ലേ. ഞാൻ അവളെ ആ ഗണത്തിലേ കൂട്ടിയിട്ടില്ല. എന്റെ മോന്റെ ഭാര്യയായിട്ട് വരുന്നതേ കാൽ സ്വാധീനമില്ലാത്തതും ഊമയുമായ ഒരു പെണ്ണല്ല. അവന് വേണ്ടി നല്ലൊരു ബന്ധം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവളെ ഞാനേ തിരിച്ചു മൂകാംബികയിലേക്കൊന്ന് പാക്ക് ചെയ്തോട്ടെ. എന്നിട്ട് വേണം എനിക്ക് അതിനു വേണ്ടി ഒന്ന് മെനക്കെട്ടിറങ്ങാൻ. ചേട്ടാ, ഇത് എന്തു പറ്റി? എത്ര നേരമായി ഞാൻ ഈ പാൽ അടുപ്പത്ത് വെച്ചിട്ട്? എന്താ? എനിക്കറിയില്ല വർഷേ. ദേ, ചായ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. ഇതുവരെ ഈ പാല് തിളച്ചതുപോലും ഇല്ല. തിളയ്ക്കാതെ എങ്ങനെ തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇടും? അല്ല, ഇനിയിപ്പോ ദേവൂട്ടിക്ക് ചായ കൊടുക്കാത്തതുകൊണ്ട് അവളെന്തെങ്കിലും പണി ഒപ്പിച്ചതാണോ? സത്യം പറഞ്ഞാ എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട് വർഷേ. അരമണിക്കൂറായിട്ടും ഈ പാല് പച്ചവെള്ളം പോലെ ഇരിക്കുക. ഒന്ന് ചൂട് പോലും ആയിട്ടില്ല. ഈ സ്റ്റൗവിന് എന്തെങ്കിലും കുഴപ്പമാണോ? തീക്ക് ചൂടില്ലാത്തതാണോ? അയ്യോ അയ്യോ, സൂക്ഷിച്ച്. പാത്രത്തിന് ചൂടുണ്ടല്ലോ. എന്നിട്ടും പാലെന്താ തിളക്കാത്തെ? ഇത് തന്നെയാ വർഷേ. അവൾ എന്തോ മായാവിദ്യ പ്രയോഗിച്ചിട്ടുണ്ടാവും. ദേ, ഇതൊക്കെ കാരണം എനിക്ക് അവളെ പേടി. പണ്ട് ചില ഒടിയന്മാരുടെയൊക്കെ കഥ കേട്ടിട്ടുണ്ട്. അതുപോലെ അവള് എന്തൊക്കെയോ ദുർമന്ത്രവാദം അവളുടെ കയ്യിലുണ്ട്. അതോറപ്പാ. അല്ലെങ്കിൽ കത്തുന്ന അടുപ്പിലിരിക്കുന്ന പാൽ എന്താ തിളയ്ക്കാത്തത്? മാഡം, വാഷിങ്ങിനുള്ള മെഷീനിൽ ഇട്ടിട്ടുണ്ട്. വർഷമൊക്കെ എന്തെങ്കിലും ഇടാനുണ്ടോ? ഇല്ല, ഞാൻ പിന്നെ വാഷിനിട്ടോളാം. ഇതെന്താ മാഡം, അടുപ്പിലല്ലല്ലോ പാത്രം ഇരിക്കുന്നേ? ഇതെന്തു പറ്റി? പാലെന്താ തിളയ്ക്കാത്തെന്ന് ഞാൻ ഇപ്പൊ വർഷയോട് പറഞ്ഞതേ ഉള്ളൂ. അതിന് കത്തുന്ന സ്റ്റൗവിന്റെ മുകളിൽ വെച്ചാലല്ലേ പാല് തിളക്കത്തുള്ളൂ. ഈ സ്റ്റൗവല്ലേ നേരത്തെ കത്തിയിരുന്ന? അതെ, ഈ സ്റ്റൗ തന്നെയാ. രണ്ടാൾക്കും എന്തോ പറ്റിയിട്ടുണ്ട്. കത്തുന്ന സ്റ്റൗവിലായിരുന്നെങ്കിൽ പാൽ എപ്പോഴേ തിളച്ചേനെ. ആ മാഡം വെക്കോ, ഞാൻ ചായ ഇട്ടോണ്ട് വരാം. പക്ഷേ കത്തുന്ന സ്റ്റൗവിൽ തന്നെ അല്ലായിരുന്നോ പാത്രം? അതെ, ഞാൻ നോക്കിയപ്പോഴും അങ്ങനെയാ കണ്ടത്. പിന്നെന്താ പറ്റിയത്? ആ, നീ വാ. ആഹാ, ഇതിനിടയില് ചേച്ചി ചായ ഉണ്ടാക്കിയോ? എന്തായാലും ഇവിടെ ഇപ്പൊ സ്റ്റൗവും പാത്രങ്ങളും ഒക്കെ വന്നത് നന്നായി. കുറച്ചു ദിവസത്തേക്കാണെങ്കിലും മോൾക്ക് ഇഷ്ടത്തിനൊക്കെ ഉണ്ടാക്കാലോ.
സന്ദീപ് അത് കണ്ടറിഞ്ഞ് ചെയ്തത് നന്നായി. കുളിയൊക്കെ പിന്നെ ആവാൻ ചേച്ചി. ചായ കുടിച്ചിട്ട് കുറച്ചു നേരം ഞാൻ കിടന്നങ്ങ് ഉറങ്ങാൻ പോവാ. അത് കഴിഞ്ഞ് കുളിച്ച് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇന്നലെ ട്രെയിനിലായതുകൊണ്ടേ ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. ആ ദേവൂട്ടി, അല്ല വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. ഓ, എന്റെ പേര് കൃഷ്ണൻ എന്നാ മുത്തശ്ശി. മുത്തശ്ശിയുടെ കാര്യം ദേവിച്ചേച്ചി എപ്പോഴും പറയാറുണ്ട്. ഇത് അംബികാമ്മ. ഞങ്ങള് മൂകാംബികയെന്ന്. ആ മനസ്സിലായി. ഇടയ്ക്കെപ്പോഴും അമ്പലത്തിൽ വെച്ച് എനിക്ക് കണ്ട് നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. അന്ന് ദേവൂട്ടിയുടെ മോതിരത്തിന് വേണ്ടി സുരേന്ദ്രൻ വന്നപ്പോ മോനും കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ആ അതെ മുത്തശ്ശി, ഞാനും ഒന്ന് വന്നിരുന്നു. മുത്തശ്ശി രാവിലെ അമ്പലത്തിൽ പോയോ? പറ്റിയാൽ എല്ലാ ദിവസവും രാവിലെ തറവാട്ടുവക അമ്പലത്തിൽ പോയി തൊഴാറുണ്ട്. ദാ മോളെ പ്രസാദം. ഞങ്ങള് കുളിച്ചില്ല മോളെ, അവിടെ വെച്ചേക്ക്, കുളി കഴിഞ്ഞെടുത്തോളാം. രണ്ടുപേരും കുറച്ചു ദിവസം ഉണ്ടാവോ ഇവിടെ? നാൽപ്പത് ദിവസം കഴിഞ്ഞ ഇവരുടെ കല്യാണം ഇവിടെ വെച്ച് ആഘോഷമായിട്ട് നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഇനി അതൊക്കെ കഴിഞ്ഞു പോയാ മതിയെന്നേ. അതുവരെ ഇവിടെ നിക്ക്. ദേവൂട്ടിക്കൊരു കൂട്ടാവുമല്ലോ. അത് പിന്നെ മുത്തശ്ശി, തിരിച്ചു പോയിട്ട് എനിക്കവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അംബികാമ്മ ദേവി ചേച്ചിയുടെ കൂടെ നിൽക്കും. കല്യാണ തീയതി അടുക്കുമ്പോഴേക്കും ഞങ്ങൾ ഇങ്ങ് വരാം. പിന്നെ കല്യാണം കൂടിയിട്ടേ ഞങ്ങൾ പോവൂ, അല്ലേ അംബികാമ്മേ? അതേതായാലും നന്നായി. ദേവൂട്ടിക്കൊരു തുണയാവുമല്ലോ.